ഇനി കാസർകോട്ടേക്ക് ബോവിക്കാനത്ത് വീണ്ടും പുലി ഇറങ്ങി. ബോവിക്കാനം മുസ്ലിയാർ നഗറിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. ബോവിക്കാനം കൊട്ടംകുഴി ഭാഗങ്ങളിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. അരുൺ പാറയ്ക്കൽ ഈ പുലിയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം പുലി പതുക്കെ നീങ്ങുന്നത്. പുലി തന്നെയാണ്. പുലിയാകട്ടോ, വലിയ പുലിയാന്ന് തോന്നുന്നു. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലുണ്ട്. അരുൺ, യഥാർത്ഥത്തിൽ ഈ ചിത്രം എപ്പോഴാണ് എടുത്തിരിക്കുന്നത്? SKN ഇന്നലെ രാത്രിയിലെ ദൃശ്യമാണത്. ഇന്നലെ രാത്രി നാട്ടുകാരാണ് ഈ പുലിയെ കാണുന്നത്. ബോവിക്കാനം മുസ്ലിയാർ നഗർ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പുലി വ്യാപകമായി ഇറങ്ങുന്നു എന്നൊരു പരാതി നേരത്തെ തന്നെ നാട്ടുകാർ പങ്കുവച്ചിരുന്നു. 2 ദിവസം മുൻപ് ഈ മുസ്ലിയാർ നഗർ വാട്ടർ ടാങ്കിന് അടുത്ത് വെച്ചും പുലിയെ കണ്ടതായി സ്ഥിരീകരണമുണ്ട്. എന്തായാലും വനം വകുപ്പ് പ്രദേശത്തെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് മൂളിയാർ റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഭാഗമാണ് SKN. ഇത് നാടും കാടും, അത് ഇടയ്ക്ക് നാടും ഇടയ്ക്ക് കാടും അങ്ങനെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് പുലി ഇങ്ങനെ വ്യാപകമായി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ട്. വനം വകുപ്പ് പറയുന്നത് ഈ കാട്ടിനുള്ളിൽ മൂളിയാർ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ 4-ലധികം പുലികളുണ്ട്. അതായത് അമ്മയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള പുലികളാണ്. അതുകൊണ്ട് വനം വകുപ്പിനെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൂട് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ പുലിക്കുഞ്ഞുങ്ങൾ പെടുകയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപായം പുലിക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അതും വനം വകുപ്പിനെ വലിയ രീതിയിലുള്ളൊരു തലവേദന സൃഷ്ടിക്കും. അതുകൊണ്ട് കരുതലോടുകൂടിയാണ് ഈ പുലിയെ വനം വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ ബോവിക്കാനം, ഇരിയണ്ണി മേഖലകളിലാണ് ഈ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പടക്കം പൊട്ടിച്ച് പുലിയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് നമുക്കിപ്പോൾ വിവരം നൽകിയത്. അരുൺ മുട്ടട പറയുന്നു, SKN ഒരു അപകടത്തിൽ വലത് കൈക്ക് പരിക്കേറ്റപ്പോൾ റെസ്റ്റിലാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പക്ഷേ യമനിൽ നിന്ന് നിമിഷപ്രിയയെ സംബന്ധിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ പറ്റുന്നില്ല. രക്ഷിക്കണം സാർ ആ പാവത്തിനെ. നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ അടിയന്തരമായിട്ട് ആലോചിക്കും. മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ വഴിക്ക് നടക്കും. കാരണം നമ്മുടെ ഒരു സഹോദരി അവിടെ തൂക്കിലേറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നറിയാം. കാര്യം യമൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ശരിവെച്ച് കഴിഞ്ഞു. ഒരു മാസത്തിലകം വധശിക്ഷ നടപ്പിലാകുമെന്ന വാർത്തയാണ് യമനിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്കറിയാം, യമൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അവിടെ അവരുടേതായ ചില പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാലും ലോകരാജ്യങ്ങൾ ഇടപെടുത്തി ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കുറച്ച് സമയം എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്തിന് ഇടയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം.